2 ദിവസം മുമ്പായിരുന്നു റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം. ബേബി പ്രഷർ കാണാൻ കാത്തിരുന്ന വിവാഹങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇരുവരുടേതും. 2 വർഷം മുമ്പുള്ള ഒരു ഫെബ്രുവരി 14-നായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. അതിനുശേഷം ആരതിയും റോബിനും തങ്ങളുടെ പ്രൊഫഷനും മറ്റുമായി തിരക്കിലായിരുന്നു. സെറ്റിലായ ശേഷം വിവാഹം എന്നതുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന് ശേഷം 2 വർഷത്തെ ഇടവേള വന്നതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറും സംരംഭകയുമാണ് ആരതിപ്പൊടി. റോബിൻ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ, ഡോക്ടർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമാണ്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങളായിരുന്നു. ശേഷം ഇക്കഴിഞ്ഞ 16-ന് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. സോഷ്യൽ മീഡിയയിൽ വിവാഹ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ തന്റെ എല്ലാമെല്ലാമായ പങ്കാളിയെക്കുറിച്ച് റോബിൻ രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. താൻ ചെയ്ത ഏതോ പുണ്യത്തിന്റെ ഫലം എന്നോണമാണ് ആരതിയെ ഭാര്യയായി ദൈവം തനിക്ക് തന്നതെന്നാണ് റോബിൻ വിവാഹ ചിത്രം പങ്കിട്ട് കുറിച്ചത്. വളരെ യാദൃച്ഛികമായി പൊടിയെ കണ്ടുമുട്ടുമ്പോൾ എന്റെ മനസ്സിൽ ആ നിമിഷം തന്നെ തോന്നിയിരുന്നു ഇവൾ എന്റെ ജീവിതസഖിയാകുമെന്ന്. ആ കണ്ണുകളിലെ തിളക്കവും നിഷ്കളങ്കമായ നോട്ടവും ഇതൊക്കെ എന്തോ എന്റെ മനസ്സിൽ ഇവൾ എന്റേതാണെന്ന് ഒന്നും കൂടി കൂട്ടിയുറപ്പിച്ചു. ദൈവനിശ്ചയം പോലെ പൊടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് അവൾ എന്റെ ജീവിതത്തെ വർണ്ണാഭമാക്കുന്നു. എന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി എന്റെ കൂടെ താങ്ങും തണലുമായി പൊടി കൂടെയുള്ളത് ഞാൻ ചെയ്ത ഏതോ പുണ്യത്തിന്റെ ഫലമാകും. ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് അവളോട് കടപ്പെട്ടിരിക്കുന്നു. അത് അവൾ തരുന്ന സ്നേഹമാണേലും കരുതലാണേലും. അവൾ നൽകുന്ന ഈ സ്നേഹത്തിന് എനിക്ക് പകരം നൽകാൻ അവളേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കും, ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ. എത്ര മനോഹരമായാണ് ദൈവം പൊടിയെ എന്നിലേക്ക് ചേർത്തത്, എത്ര മനോഹരമായാണ് അവൾ എന്നിലേക്ക് വന്നു ചേർന്നത് എന്നാണ് റോബിൻ കുറിച്ചത്. ആദ്യമായാണ് ആരതിയെക്കുറിച്ച് ഇത്രത്തോളം മനോഹരമായ വാക്കുകളാൽ റോബിൻ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത്. കഥയിലെ രാജകുമാരും രാജകുമാരിയും ഒന്നായി എന്നാണ് റോബിന്റെ കുറിപ്പിന് വന്ന ഒരു കമന്റ്. നിരവധി പേരാണ് ഇരുവർക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചെത്തിയത്. നിങ്ങളുടെ പരസ്പര സ്നേഹം പോലെ മനോഹരവും നിലനിൽക്കുന്നതുമായ ഒരു വിവാഹം ആശംസിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ എപ്പോഴും ഒന്നായി മിടിക്കട്ടെ. എല്ലാവരും പറയാറില്ലേ, ചേരേണ്ടവർ തമ്മിലാണ് ചേരേണ്ടതെന്ന്. നിങ്ങൾ തമ്മിലായിരുന്നു ചേരേണ്ടിയിരുന്നത്. അത് ദൈവം എഴുതി വെച്ചിരുന്നു. അപ്രതീക്ഷിത കൂടിക്കാഴ്ചകൾ ജീവിതത്തെ എന്നേക്കുമായി സന്തോഷകരമാക്കുന്നു. എന്ത് ഭംഗിയാണ് നിങ്ങളെ കാണാനും നിങ്ങളുടെ ബന്ധത്തിനും. 2.5 വർഷം കൊണ്ട് പരസ്പരം അടുത്തറിഞ്ഞ് ഒന്നായവർ എക്കാലത്തും മനോഹരമായി പ്രണയിക്കുക എന്നിങ്ങനെയെല്ലാമായിരുന്നു കമന്റുകൾ. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.